ഹലോ, നമസ്കാരം. എൻ്റെ പേര് ശ്രീകാന്താണ്. ഞാൻ ഇപ്പം ഉള്ളത് ജർമ്മനിയിലാണ്. ഞാൻ ഓപ്പർച്യൂണിറ്റി കാർഡ്, ഷാൻസെ കാർഡ് അങ്ങനെ ഒരു പ്രോഗ്രാം വഴിയാണ് ഞാൻ ജർമ്മനിയിലെത്തിയത്. ഞാനിപ്പോൾ എത്തിയിട്ട് കുറച്ച് ദിവസം ആവുന്നുള്ളൂ. എൻ്റെ സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂരാണ്. ഞാൻ ഇങ്ങനെ പുറത്ത് പോകണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നു. ഞാൻ ബഹ്റൈനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, മിഡിൽ ഈസ്റ്റിൽ. പിന്നെ ദുബായിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കൊരു എല്ലാവരെയും പോലെ തന്നെ ഒരു യൂറോപ്പ് എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കിടന്നപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ്. പിന്നെ എൻ്റെ ഏജ് ഒരു ഫാക്ടറായിരുന്നു. എനിക്കിപ്പം 36 ഇയേഴ്സായി. അപ്പം സ്റ്റഡീസ് എനിക്കത്ര സെറ്റാവുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞാനൊരു ചാൻസ് റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് ഇറങ്ങിയത്. അപ്പം ഒരുപാട് ഏജൻസികളും ഉണ്ട് നമ്മുടെ നാട്ടിൽ, പുറത്തേക്കൊക്കെ നോക്കുന്ന സ്റ്റഡീസ് ആയാലും ഓപ്പർച്യൂണിറ്റി കാർഡായാലും എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത് പിഗ്മിയാണ്. ഇരിഞ്ഞാലക്കുടയിലായിരുന്നു, ആ ഒരു ബ്രാഞ്ചിലായിരുന്നു ഞാൻ എൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷേ നല്ല രീതിയിൽ, കാരണം എൻ്റെ എൻ്റെ എന്നല്ല എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ, അതുപോലെ തന്നെ നമ്മുടെ സമയം, അത് എത്രത്തോളം വിലപ്പെട്ടതാണോ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പിമ്മിയിലെ ഓരോ ടീമും നമ്മുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. എസ്പെഷ്യലി അവിടുത്തെ സ്റ്റുഡൻറ്റ് കൗൺസിലറുണ്ട് പ്രിയ മാമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും. കാരണം ഞാൻ ഒരുപാട് ഡൗട്ടുകളുള്ള വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആരെങ്കിലും എൻ്റെ ഏജിലുള്ള ആൾക്കാരുണ്ടാവും, നിങ്ങൾക്കും ചിലപ്പം ഒരുപാട് ഇതുപോലെ തന്നെ ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞാൻ 36 ഏജായിരുന്നു. ഞാൻ ചോദിച്ചു, എനിക്കൊരു ചാൻസ് കിട്ടുമോ യൂറോപ്പിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും സ്റ്റഡീസ് എടുക്കേണ്ടി വരുമോ? അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് A1 ലെവൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജൊക്കെ ഒരു ബുദ്ധിമുട്ടോ? പിന്നെ എൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. അതായത് ഇപ്പം എന്താ പറയുക, നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ക്ലിക്കാവുമെന്നുള്ള നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനിത് ചെയ്തത്. പക്ഷേ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് എനിക്ക് പിഗ്മിന്ന് കിട്ടിയത്. എസ്പെഷ്യലി ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രിയ മാം ആളാണ് എന്നെ ഇത്രയും എന്താ പറയുക ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് ഈ വിസ പെട്ടെന്ന് പ്രോസസ് ചെയ്ത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കൊടുത്തു, VFSൻ്റെ ഡേറ്റ് കിട്ടി, എനിക്കൊരു 1.5 മന്തിനുള്ളിൽ എനിക്ക് വിസ അടിച്ചു തന്നു. ശരിക്കും ഞാൻ വണ്ടറായിപ്പോയി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് വിസയും കാര്യങ്ങളെല്ലാം റെഡിയാവുന്നുള്ളത്. അപ്പോൾ എനിക്കിത്ര പറയാനുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ സജഷനും പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പിഗ്മി നല്ലൊരു ഓപ്ഷനായിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളവരാണെങ്കിൽ, സ്റ്റഡീസ് ആയിക്കോട്ടെ ഓപ്പർച്യൂണിറ്റി കാർഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പുറത്തേക്ക് യൂറോപ്പിലേക്ക് ഒരു എൻട്രി അല്ലെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പിഗ്മിനെ കോൺടാക്ട് ചെയ്യണം. ഓക്കെ, താങ്ക്സ്.